അനുഗ്രഹീതമായ നല്ല പ്രഭാതം മോണിമന്ന സന്ദേശങ്ങൾ ഹൃദയമായി കേൾക്കുന്ന ആദരണീയരും വിലപ്പെട്ടവരുമായ ക്രിസ്തു മക്കളെ യേശുവിൻ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ലേഖനങ്ങളുടെ ഓരോ വാക്യങ്ങൾ നമ്മൾ ഇഴകീറി പഠിക്കുവാനായിട്ട് പോവുകയാണ്. എഫേസ്യ ലേഖനമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. 1-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനത്തോടു കൂടിയാണ് ഈ 1-ാം അധ്യായം എഫേസ്യ ലേഖനത്തിൽ ആരംഭിക്കുന്നത്. തൃത്വം, ദൈവിക തൃത്വം ഇത്ര മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന വാക്യങ്ങളാണ് ഈ ആദ്യത്തെ 14 വാക്യങ്ങൾ. ഒരു ക്രിസ്ത്യാനിയുടെ സ്ഥാനം എവിടെയാണ് എന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. ക്രിസ്തുവി സകല അനുഗ്രഹമല്ല, സകല അനുഗ്രഹവും നമുക്കുണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കിതിലൂടെ ലഭിക്കുകയാണ്. ഞാൻ എഫേസ്യ ലേഖനത്തിൻ്റെ ഇൻട്രൊഡക്ഷന് ഞാൻ പറഞ്ഞില്ലേ, ആമേ, ക്രിസ്തുവിൻ്റെ ആത്മീക അളവറ്റ സമ്പത്തുകൾക്ക് അവകാശികളാണെങ്കിലും ആ സമ്പത്തിനെക്കുറിച്ച് ബോധ്യമില്ലാതെ ഭിക്ഷാടകരെ പോലെ നമേ തരണേ എന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആമേൻ വിശ്വാസ മക്കൾക്ക് അവിടെ ആത്മീയ പാപ്പരത്വത്തെ ആമേൻ വെളിപ്പെടുത്തിക്കൊണ്ട് പൗലോസ് എഴുതുകയാണ്, സ്വർഗത്തിൽ ആത്മീക അനുഗ്രഹങ്ങളുണ്ട്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു ബോധ്യമാണ് ദൈവമക്കളാകുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടതെന്നാണ് പൗലോസ് തുടക്കത്തിലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കേട്ടോ. സ്വർഗത്തിൽ എന്താ ഉണ്ട് ദൈവമക്കളെ? ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. ഇതാർക്ക് വേണ്ടിയാണ് ഉള്ളത്? എനിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ അറിവില്ലാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആമേൻ ആഴമേറിയ ആത്മീക സമ്പത്തുകൾക്ക് നമുക്ക് അവകാശികളാകാൻ കഴിയത്തില്ല. ഇതുപോലെ പല ആത്മീകരും ക്രിസ്ത്യാനികളും ക്രിസ്തുവിലുള്ള അളവറ്റ ആത്മീക സമ്പത്തുകളുടെ ആഴങ്ങൾ തിരിച്ചറിയാതെ ഭിക്ഷാടകരെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചു വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആമേൻ നിങ്ങളുടെ സ്വർഗീയ ബാങ്ക് അക്കൗണ്ടിനകത്ത് ആമേൻ ഒത്തിരി നന്മകളുണ്ട്. നിങ്ങളുടെ സ്വർഗീയ ബാങ്ക് അക്കൗണ്ടിനകത്ത് ആമേൻ ദൈവം തന്നിരിക്കുന്ന അളവറ്റ ഡെപ്പോസിറ്റുകളുണ്ട്. ഈ അപ്രമേയ ധനത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പൗലോസ് എഴുതുന്ന ലേഖനമാണിത്. സ്തോത്രം. അപ്രമേയ ധനം. ഹല്ലേലൂയ. നമ്മൾ എഴുകറി ഇതെല്ലാം പഠിക്കും കേട്ടോ. കർത്താവിന് മഹത്വം. ആമേൻ. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ നിർത്തുക. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ മാത്രമേ അനുഗ്രഹം കിട്ടത്തുള്ളൂ കേട്ടോ. പുണ്യവാളന്മാരിലൂടെ ഇല്ല, മറിയയിലൂടെ ഇല്ല, ത്രൂ ക്രൈസ്റ്റ്. കാത്തലിക്സ് ആയിട്ടുള്ള എൻ്റെ സ്നേഹിതന്മാർ എൻ്റെ ഈ മോണിമന കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ലേഖനങ്ങൾ നിങ്ങൾ പഠിക്ക്. കണ്ണു തുറക്കും. ത്രൂ ക്രൈസ്റ്റ്. സഭയ്ക്ക് കിട്ടുന്നത് വേറൊരു മധ്യസ്ഥരിലൂടെ അല്ല. പിതാവാം ദൈവം പുത്രനെ നൽകി ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനെന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നെങ്കിൽ ബാക്കി മധ്യസ്ഥരെന്തിനാ? ആമേൻ. ഈ സുവിശേഷത്തിന് വിരോധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിന് ദൂതനായിട്ട് വന്ന് പറഞ്ഞ വിശ്വസിക്കരുതെന്നാ പൗലോസ് പറഞ്ഞേക്കുന്നേ, ഇൻക്ലൂഡിങ് മീ. കണ്ടോ, പൗലോസ് തന്നെ മാറ്റി നിർത്തുന്നില്ല. ഈ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ശ്രദ്ധിക്കുക. കണ്ണു തുറക്കട്ടെ ദൈവമക്കളെ. നിത്യത നമ്മൾ ചെല്ലേണ്ടതാ. ക്രിസ്തുവിലൂടെ മാത്രമേ അനുഗ്രഹത്തിലോട്ട് കയറാൻ പറ്റൂ. ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് അവിടോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. പിതാവായ ദൈവം എത്ര സ്നേഹമുള്ള പിതാവാ. കണ്ടോ, ഹല്ലേലൂയ. എന്തിനു വേണ്ടി ആ സ്വർഗത്തിലെ അനുഗ്രഹം നമുക്ക് നൽകിയത്? 4-ാം വാക്യം. നാളെ നമ്മളത് ചിന്തിക്കും. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ഇവിടെ എന്തെങ്കിലും ആള് കൂട്ടി, പൈസ കൂട്ടി, ഇപ്പുറത്തെ സ്ഥലങ്ങൾ മേടിച്ച് വലിയ ബിൽഡിങ്ങുകൾ പണിത്, മണിമാടികൾ പണിത്, കെട്ടിടങ്ങൾ പണിത് ഇവിടെ ജീവിച്ച് വലിയൊരു പേരും വന്ന് ആ ധനവാൻ മരിച്ചടക്കപ്പെട്ട് യാതന സ്ഥലത്ത് പോകാനല്ല കുഞ്ഞേ. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജയജീവിതം നയിച്ച് വല്ലവിധേനയും ഒരാത്മാവിനെങ്കിലും ഈ തീയിൽ നിന്ന് വലിച്ചെടുത്ത് നല്ലവരും വിശ്വസ്തനുമായ ദാസരെന്ന്
അവിടുത്തെ പേര് കേൾക്കാനായിട്ട് നമുക്കൊരുങ്ങാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതം വീണ്ടും ഞങ്ങളോട് അവിടുന്ന് അറിയിച്ചത് ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം. എത്ര ആഴമേറി ഗഹനമേറിയ ചിന്തകൾ ഞങ്ങളുടെ കണ്ണ് തുറക്കുന്ന ദൈവശബ്ദം ഞങ്ങൾക്ക് തരുന്നല്ലോ. ഇത് ഞങ്ങൾ പഠിച്ച് ഞങ്ങളെ തന്നെ ചതിക്കാതെ ക്രിസ്തുകേന്ദ്രീകൃതമായ ജയജീവിതം നയിപ്പാൻ ഒരുമിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോലെ, ആരുടെ നിത്യത പോലെ അങ്ങനെ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.